HSC ആണോ ബെറ്റർ, പ്രൈവറ്റ് ആണോ ബെറ്റർ? ഈ കൺഫ്യൂഷനിലാണോ നിങ്ങളും? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ജോബ് സെക്യൂരിറ്റി ആണ് മോസ്റ്റ്ലി കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ HSC ചൂസ് ചെയ്യും. ചില ആളുകൾ പറയും ഓക്കെ എനിക്ക് ഫ്ലെക്സിബിൾ ഡ്യൂട്ടി വേണം, അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് യൂസ് ചെയ്യുന്നു. അപ്പം ഇതിൽ രണ്ടും കേട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും നിങ്ങളും. അപ്പം നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഇതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന HSCയിലെയും പ്രൈവറ്റിലെയും സാലറിയാണ്. സാലറി എന്ന് പറയുമ്പോൾ HSCയിൽ നമുക്ക് സാലറി ഒരു സ്കെയിൽ വെച്ചാണ്. അതായത് നമ്മുടെ എത്രയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്, അതിനനുസരിച്ച് നമ്മുടെ ബാൻഡ്, ഇപ്പം നമ്മൾ ഏത് ലെവലാണ് നമ്മുടെ ആ സ്കെയിൽ നമുക്ക് ഓരോ വർഷവും നമ്മുടെ സാലറി നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സാലറി സ്കെയിൽ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ പ്രൈവറ്റ് നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ്, ഇപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളെങ്കിലും നമുക്ക് സാലറി വരുമ്പം HSCനേക്കാളും ഒരു സ്റ്റാർട്ടിങ് സാലറി നമുക്ക് പ്രൈവറ്റിൽ കൂടുതലായിട്ട് നമുക്ക് തോന്നാം. ഓക്കെ, കാരണം HSCയിൽ നമുക്ക് എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ സാലറിയും സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ വളരെ കുറവായിരിക്കും. പക്ഷെ പ്രൈവറ്റിൽ നമുക്ക് സാലറി കുറവാണെങ്കിലും സാലറി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ലൊരു സാലറി നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് HSCയിൽ നമുക്ക് നൈറ്റ് അലവൻസ് ഉണ്ട്, വീക്കെൻഡ്സിൽ വീക്കെൻഡ് അലവൻസ് ഉണ്ട്, സൺഡേസിൽ ഡബിൾ പേയ്മെന്റ് ഉണ്ട്, ബാങ്ക് ഹോളിഡേ ഡബിൾ പേയ്മെന്റ് ഉണ്ട്, പിന്നെ അൺസോഷ്യൽ അവേഴ്സിന് വേറെ പേയ്മെന്റ്, പിന്നെ നമുക്ക് ലൊക്കേഷൻ അലവൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പേയ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ പക്ഷേ നമ്മൾ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റിന് എക്സ്ട്രാ അലവൻസ് ഇല്ല, വീക്കെൻഡിന് എക്സ്ട്രാ അലവൻസ് ഇല്ല. പക്ഷെ ചില നഴ്സിംഗ് ഹോമിൽ അല്ലെങ്കിൽ ചില എംപ്ലോയേഴ്സ് നൈറ്റിനും സൺഡേസിലും 20% അലവൻസ് ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ എംപ്ലോയർ ആണ്. എല്ലാ എംപ്ലോയേഴ്സും നമുക്കത് തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീവുകളെ കുറിച്ചാണ്. ലീവിൻ്റെ കാര്യം പറയുമ്പോൾ HSCയിൽ നമുക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ട്, അത് പേയ്മെൻറ്റ് ഉണ്ട്, പേയ്മെൻറ്റോടെ 6 months. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സർട്ടിഫൈഡ് സിക്ക് ലീവ് ഉണ്ട്, അത് 3 months. പിന്നെ സെൽഫ് സർട്ടിഫൈഡ് ലീവ് ഉണ്ട്, അത് നമുക്കൊരു 7 തൊട്ട് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച നമുക്ക് സെൽഫ് സർട്ടിഫൈഡ് ലീവ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ലീവുകളൊക്കെ നമുക്ക് എവിടെയുണ്ട്, HSCയിലുണ്ട്. പക്ഷെ നമ്മൾ പ്രൈവറ്റ് വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് നമ്മൾ സിക്കായാൽ നമുക്ക് സിക്ക് പേയ്മെന്റ് ഉണ്ട്, പക്ഷെ 5 ദിവസമേ ഉള്ളൂ. അത് നമുക്ക് GPയുടെ അടുത്തുനിന്ന് ലെറ്റർ വേണം, സർട്ടിഫൈഡ് ആയിരിക്കണം ആ സിക്ക് ലീവ് എന്ന് പറയുന്നത്. സെൽഫ് സർട്ടിഫൈഡ് സിക്ക് ലീവിനൊന്നും നമുക്ക് പ്രൈവറ്റിൽ നമുക്ക് സാലറി നമുക്ക് കിട്ടുകയില്ല. പിന്നെ പ്രൈവറ്റിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സർട്ടിഫൈഡ് സിക്ക് ലീവ് 5 എണ്ണം ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് സാലറി കിട്ടും, പക്ഷെ നമുക്ക് ഫുൾ സാലറി കിട്ടുകയില്ല. ഒരു 60 to 80% ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോബ് നമുക്ക് കിട്ടും. അപ്പോൾ നഴ്സുമാരാണെങ്കിൽ 60 to 80%, ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു 60-70, അവരുടെ ആ ഒരു റേഞ്ച് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ 6 സാലറി വേരി ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മിക്ക നഴ്സിംഗ് ഹോമിലും പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലും ബ്രേക്ക് പെയ്ഡ് ആണ്. പക്ഷേ ഹോസ്പിറ്റലിൽ ബ്രേക്ക് അല്ലെങ്കിൽ HSCയിൽ ബ്രേക്കിന് പേയ്മെന്റ് ഇല്ല. ബ്രേക്കിൻ്റെ പേയ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സാലറി HSCയിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ പ്രൈവറ്റിൽ നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ അപ്പം നമുക്ക് ബ്രേക്ക് പിന്നെ പേയ്മെന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും എമർജൻസി ആയി വന്നു അന്നെങ്കിൽ ചില സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്നും തിരിച്ചു വരേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട്. അത് 100% ഒക്കെ ഉള്ളൂ കേട്ടോ, അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഹോസ്പിറ്റൽസിൽ അങ്ങനെയില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ലോഡാണ്. വർക്ക് ലോഡ് രണ്ടിടത്തും ഏകദേശം സിമിലർ ആണ്. ഡിപ്പെൻസ് അപ്പോൺ ദ വാർഡ്, ഡിപ്പെൻസ് അപ്പോൺ ദ നഴ്സിംഗ് ഹോം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നഴ്സിംഗ് ഹോമിൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഡിമെൻഷ്യ, ഡെലിവറിയും ഇങ്ങനെയുള്ള എൽഡർലി പേഷ്യൻസിനെ കെയർ ചെയ്യുന്നു. പിന്നെ നമ്മൾ അവരെ ടോയ്ലറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ സ്ട്രെസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് കൂടുതൽ അവരെ മാനുവൽ ഹാൻഡ്ലിങ് അല്ലെങ്കിൽ അവരെ ഫിസിക്കലി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് കുറച്ച് ഫിസിക്കൽ സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്ട്രെയിന് പകരം നമുക്ക് കുറച്ചുകൂടെ ഹോസ്പിറ്റൽസിൽ തിരക്ക് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. ഇപ്പം AANEയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ കുറച്ചുകൂടെ എപ്പോഴും ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യണം. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു മെൻ്റൽ സ്ട്രെസ് ആയിരിക്കും കൂടുതലാകാൻ ചാൻസ്.
പക്ഷെ ഇത് ഡിപ്പെൻസ് അപ്പോൺ ആണ്. ചിലർക്ക് ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ ഓക്കെ ആയിരിക്കും, ചിലർക്ക് ഹോസ്പിറ്റൽസിലും ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ നേരിടുന്നവരുണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൺ വാർഡാണ്. ഓക്കെ, അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്ക് ഓക്കെയാണ്, മെൻ്റലി ഫിസിക്കലി ഇതുവരെ ഞാൻ ഓക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ആയിട്ട് വരുവാണെങ്കിൽ എംപ്ലോയർ എന്താണെങ്കിലും നമുക്ക് സ്റ്റാഫിനെ നമുക്ക് അവർ തരും. ഒന്നെങ്കിൽ ഏജൻസി സ്റ്റാഫ് വരും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വേറെ വാർഡിൽ നിന്ന് പുൾ ഔട്ട് ആയിട്ടോ സ്റ്റാഫ് എങ്ങനെയാണെങ്കിലും സ്റ്റാഫ് പേഷ്യൻ്റ് റേഷ്യോ നമുക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ നഴ്സിംഗ് ഹോമിലാകുമ്പോൾ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ നമുക്ക് ഇപ്പോൾ 20 പേഷ്യൻസിന് ഒരു നേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് സ്റ്റാഫ് പേഷ്യൻ്റ് റേഷ്യോ. അപ്പം ഒരാൾ സിക്ക് വിളിച്ചാൽ ഇപ്പം ടോട്ടൽ ഒരു 48 റെസിഡൻസ് ആണെങ്കിൽ ചിലപ്പം ഒരു നേഴ്സ്, ഒരു ഫ്ലോറിലെ നേഴ്സ് സിക്ക് വിളിച്ചാൽ ആ 48 റെസിഡൻസിനെയും ചിലപ്പം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട അങ്ങനെയും സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കരിയർ പ്രോഗ്രസ് അല്ലെങ്കിൽ കരിയർ എൻഹാൻസ്മെന്റ്. കരിയർ പ്രോഗ്രസ് ആഗ്രഹിക്കുന്ന ഒരു നേഴ്സാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും HSC ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ. കാരണം പ്രൈവറ്റിലും ഓഫ് കോഴ്സ് നമുക്ക് എംപ്ലോയർ നമുക്ക് ഒരു 2 years ഒക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കോഴ്സിൻ്റെ കാര്യങ്ങളും നമുക്ക് അവർ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ഫീസൊക്കെ നമ്മൾ കുറച്ച് ഫീസ് മുടക്കണം. 50 ഒക്കെ ആയിരിക്കും കൂടുതലും അവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ കൂടുതലും കോഴ്സ് എന്ന് പറയുമ്പോൾ പാലിയേറ്റീവ് കെയർ, എൽഡർലി കെയർ, പിന്നെ ഡിമെൻഷ്യ പേഷ്യൻസിൻ്റെ കെയർ, അങ്ങനെ പിന്നെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അങ്ങനെയുള്ള നഴ്സിംഗ് കെയർ, അങ്ങനെയുള്ള കോഴ്സുകളായിരിക്കും കൂടുതൽ നമുക്ക് വരുന്നത്. പക്ഷേ HSC എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം, നമ്മുടെ കരിയർ എൻഹാൻസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാം. HSC നമുക്ക് എഡ്യൂക്കേഷൻ അലവൻസ് ഇങ്ങോട്ട് തരും നമ്മൾ പഠിക്കുമ്പോൾ, ഈ ലൊക്കേഷൻ അലവൻസ് കൂടാതെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ HSCയിലുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഹോസ്പിറ്റൽസിൽ 37.5 hours ആണ്. അതായത് 5 ആഴ്ചയിൽ 3 ദിവസം, 4 ആഴ്ച 3 ദിവസം, ഒരാഴ്ച നമുക്ക് 4 ദിവസം ഡ്യൂട്ടി. ഓക്കെ, പക്ഷെ നമുക്ക് പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണെങ്കിൽ 3 ദിവസം ഡ്യൂട്ടി ഉള്ളൂ. അത് എത്ര നാൾ നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് 3 ദിവസം ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹോസ്പിറ്റലിൽ HSC വർക്ക് ചെയ്യുവാണെങ്കിൽ ഡ്യൂട്ടി സ്വാപ്പിങ്ങിന് 2 പേർക്കും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ നേരിടാവുന്നതാണ്. ഇപ്പോൾ ഒരാൾ കൂടുതൽ നമുക്ക് ഇപ്പം നമ്മൾ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഡ്യൂട്ടി സ്വാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നാറുണ്ട്. അല്ലെങ്കിൽ 2 പേരും ഒരുപോലെ ഇപ്പം HSCയിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ, ഒരാൾ നേഴ്സ് ഒരാൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒരാൾക്ക് നേഴ്സിന് 37.5 ഉണ്ട്, ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിന് 39 hours ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി അവേഴ്സ് തമ്മിൽ നല്ല രീതിയിൽ ക്ലാഷ് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രൈവറ്റിലാണെങ്കിൽ കുറച്ചുകൂടെ ഡ്യൂട്ടി 2 പേർക്ക് 3 ദിവസം ഡ്യൂട്ടി ഉള്ളൂ. ഡ്യൂട്ടി അവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ അടുത്ത കാര്യം, അപ്പോൾ പിന്നെ എന്താണ് നമുക്കുള്ളത്, അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി. അപ്പോൾ HSC ആണ് എപ്പോഴും നമുക്ക് ജോബ് സെക്യൂരിറ്റി, ജോബ് സ്റ്റെബിലിറ്റി ഒക്കെ ഓഫർ ചെയ്യുന്നത്. പ്രൈവറ്റിൽ നമുക്ക് അത്ര ജോബ് സ്റ്റെബിലിറ്റി ഇല്ല. പ്രൈവറ്റിൽ ഇപ്പം നമ്മുടെ എംപ്ലോയർ എന്നല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നഷ്ടമോ എന്തെങ്കിലും സംഭവിച്ച് നഴ്സിംഗ് ഹോം പൂട്ടേണ്ട വന്നെങ്കിൽ നമ്മുടെ ജോലി അതോടെ ഇല്ലാതാവും. പക്ഷേ ഇതൊക്കെ 100ൽ 1% ചാൻസേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ HSC വേണോ പ്രൈവറ്റ് ആണോ ബെറ്റർ എന്നുള്ള നിങ്ങളുടെ സംശയത്തിന് ഉത്തരം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഈ വീഡിയോ അയച്ചു കൊടുക്കുക.